കറണ്ടിൽ ഇപ്പോൾ ഞാനുള്ളത് MR വെറ്റനറി കോളേജിലാണ്. എൻ്റെ കൂടെ ഉള്ളത് MR വെറ്റനറി കോളേജിലെ ഫസ്റ്റ് ഇയർ സ്റ്റുഡന്റ് ആയിട്ടുള്ള ജോയലാണ്. ജോയൽ കേരളത്തിൽ നിന്നാണ് വരുന്നത്. ജോലെ, കേരളത്തിൽ എവിടെയാണ് സ്ഥലം വരുന്നത്? കേരളത്തിലെ തൃശ്ശൂരാണ് സ്ഥലം വരുന്നത്. ഇവിടെ ഇപ്പോൾ കറണ്ടിൽ ഫസ്റ്റ് ഇയർ ആണ് പഠിക്കുന്നത് ഇല്ലേ? സോ പിന്നെ എങ്ങനെയുണ്ട് കോളേജൊക്കെ? കോളേജ് അറ്റ്മോസ്ഫിയർ ഒക്കെ എൻവയോൺമെന്റ് ഒക്കെ അടിപൊളിയാണ്. നല്ലതാണ്. ഇപ്പോ കറന്റ്ലി ദിവാലിയുടെ ലീവാണ്. അപ്പോ ഇനി 16-ാം തീയതി മുതലാണ് ക്ലാസ് ഉള്ളത്. 8-ാം തീയതി വരെ ക്ലാസ് ഉണ്ടായിരുന്നു. ഇപ്പൊ ലീവാണ്. ദിവാലി ലീവ് ആയതുകൊണ്ട് ഇനി അടുത്ത 16-ാം തീയതി മുതലായിരിക്കും ക്ലാസ് സ്റ്റാർട്ട് ആവാനായിട്ട് പോകുന്നത് അല്ലേ? പിന്നെ ക്യാമ്പസിനകത്ത് തന്നെയാണ് ഹോസ്റ്റൽ വരുന്നത്. എന്തായാലും ഞാൻ ഇനി വന്നിട്ട് ഹോസ്റ്റലും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പോകുന്നുണ്ട്. ഹോസ്റ്റലൊക്കെ എങ്ങനെയുണ്ട്? ഹോസ്റ്റലൊക്കെ അടിപൊളിയാണ്. നമുക്ക് എല്ലാ വേണ്ട ഫെസിലിറ്റീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഫുട്ബോൾ ആയാലും എല്ലാം ഇവിടുന്ന് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതായത് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എല്ലാം അവൈലബിൾ ആണ്. ഇപ്പൊ നിങ്ങൾക്ക് പ്ലേയിങ്ങോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട എല്ലാ സംഭവം. ഞാൻ വന്ന സമയത്ത് ഇത് കണ്ടായിരുന്നു. ഫുട്ബോളിന്റെ നല്ലൊരു ഗ്രൗണ്ട് ഉണ്ട്. ഫുള്ള് എന്താണ് പുല്ലൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് വളരെ നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഗ്രൗണ്ട് കണ്ടിട്ടുണ്ടായിരുന്നു. സോ അപ്പോൾ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇവർ തരുന്നുണ്ട്. എല്ലാം പ്രൊവൈഡഡ് ആണ്. ഈവൻ വൈഫൈ വരെ ഉണ്ട് നമ്മുടെ ഹോസ്റ്റലിൽ. ഹോസ്റ്റൽ വൈഫൈ അവൈലബിൾ ആണ്. സോ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പിന്നെ നെറ്റിൽ സെർച്ച് ചെയ്ത് പഠിക്കണമെങ്കിലും അതൊന്നും വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. അത്തരത്തിലുള്ള ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. പിന്നെ എങ്ങനെയുണ്ട് ഫുഡിന്റെ ക്വാളിറ്റി? എങ്ങനെയുണ്ട്? ഒരു നല്ലപോലെ തന്നെയാണോ ഫുഡ്? അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. നമുക്ക് നൈറ്റ് ആയാലും മിൽക്ക് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പൊ ദിവാലിയുടെ ഇന്നലെ ആയതുകൊണ്ട് നമുക്ക് ഗുലാബ് ജാം അങ്ങനെയൊക്കെ എക്സ്ട്രാ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ 4 നേരം ഫുഡ് 4 ടൈം ഫുഡാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. 4 ടൈം മീൽസ് ആണ്, 3 ടൈം അല്ല? അല്ലല്ല, 4 ടൈം ആണ്. അതായത് നമുക്ക് ചായക്ക് അവരുടെ മെനു അനുസരിച്ചിട്ടുള്ള ഫുഡും ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നു. അതായത് രാവിലെ ഉണ്ട്, ഉച്ചയ്ക്കുണ്ട്, തന്നെ ഒരു 4 മണിക്ക് ഒരു ചായയും എന്തെങ്കിലും ചെറിയ സ്നാക്കും. ചായ ഇല്ലെങ്കിലും സ്നാക്സ് ഉണ്ടാവും. പിന്നെ നൈറ്റ് ഫുഡ് ഉണ്ട്. ഓക്കെ, അതായത് ഒരു പിന്നെ നമ്മുടെ നാട്ടിലുള്ള പോലെയല്ല കാര്യം. നമുക്ക് നാട്ടിൽ ഏകദേശം ഒരു 4 മണിയൊക്കെ നമുക്ക് എന്തെങ്കിലും പിന്നെ വടയും ചായക്ക് കഴിക്കുന്ന നോർമലി ഒരു ശീലമുള്ള ആൾക്കാരാണ് മലയാളികൾ. അപ്പൊ അതുപോലെ ഇവരും അത് പ്രൊവൈഡ് ചെയ്യുന്നു. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ക്യാൻറ്റീൻ പ്രൊവൈഡഡ് ആണ്. ക്യാൻറ്റീനിൽ മേടിച്ച് കഴിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. എങ്ങനെയുണ്ട് ക്യാൻറ്റീനിൽ ഒരു പർച്ചേസിന്റെ റേറ്റ് ഒക്കെ? ഭയങ്കര കൂടുതലാണോ അതോ? നമ്മുടെ ഈ ഷോപ്പിൽ നിന്ന് മേടിക്കുന്ന അതേ റേറ്റ് തന്നെയാണ്. നമുക്ക് മെനു പ്രൊവൈഡഡ് ആണ്. ഓവർ എക്സ്പെൻസ് ഒന്നുമില്ല. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഇതാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഇത് തന്നെയാണ്. പിന്നെ നമുക്കുള്ള ഒരു ട്രാൻസ്പോർട്ടേഷൻ ഓപ്ഷൻ എങ്ങനെയാണ്? എനിക്ക് തോന്നുന്നത് ഡെല്ലിയിൽ വന്നിട്ട് ഇങ്ങോട്ട് വരുന്നതാണ് ഒരു ട്രാൻസ്പോർട്ടേഷൻ ഓപ്ഷൻ തോന്നുന്നു. അപ്പം ഡൽഹിയിൽ നിന്ന് നമുക്ക് പിന്നെ ട്രാവലിംഗ് ടൈം എത്രയുള്ളത്? 2.5 hours ആണ്. 2.5 മണിക്കൂറാണ്. 2.5 മണിക്കൂർ നമുക്ക് ഇങ്ങോട്ട് വരാനായിട്ട് വരും. സോ അപ്പൊ കേരളത്തിൽ നിന്ന് വരുന്ന കുട്ടികളായാൽ പോലും ട്രാൻസ്പോർട്ടേഷൻ ഒരു പ്രോബ്ലം ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം നമുക്ക് നാട്ടിൽ നിന്ന് ഡൽഹിയിലോട്ട് ട്രെയിൻ അവൈലബിൾ ആണ്, ഫ്ലൈറ്റ് അവൈലബിൾ ആണ്. അവിടെ നിന്ന് ഒരു 2.5 മണിക്കൂർ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് എത്താനായിട്ട് സാധിക്കും. പിന്നെ ഇവിടെ ക്ലാസ് ഒക്കെ ഓൾറെഡി എനിക്ക് തോന്നുന്നത് പിന്നെ അറ്റൻഡ് ചെയ്ത് തുടങ്ങിയെന്ന് തോന്നുന്നുണ്ട്. ക്ലാസ്സസ് ഒക്കെ എങ്ങനെയുണ്ട് ഇവിടെ? ക്ലാസ്സസ് ഒക്കെ ഹൈടെക് ആണ്. പ്രൊജക്ടറായാലും ഹോംവർക്കുകളായാലും എല്ലാം ആക്റ്റീവ് ആയിട്ടുള്ള ക്ലാസ്സസ് ആണ്. പഞ്ച്വലാണ് ഇവിടെ എല്ലാവരും. പിന്നെ എല്ലാം ഇപ്പൊ ഫാം വിസിറ്റ് ആയാലും എല്ലാം ഉണ്ട് ഇവിടെ. ഫ്രണ്ടിലും ബാക്കിലും ഫാംസ് ഉണ്ട്. ഏകദേശം എല്ലാ തരത്തിലുള്ള മൃഗങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. നമുക്ക് കണ്ടാസ്വദിക്കാൻ. എനിക്ക് തോന്നുന്നു പറഞ്ഞാൽ ഇവിടുന്ന് ജസ്റ്റ് ഒരു 150 മീറ്റർ കഴിയുമ്പോൾ ഒരു ഫാം ഉണ്ട്. അവിടെ വരുന്ന സമയത്ത് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ ബൊവൈൻ ഫാം ആണ് അത്. പിന്നെ ബാക്കിലാണെങ്കിൽ ഗോട്ട് ഉണ്ട്. പിന്നെ പിഗിന്റെ ഫാം ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ അവിടെ അതില്ല, വർക്കിംഗിലല്ല. പിന്നെ റാബിറ്റ് അങ്ങനെ അത്യാവശ്യത്തിന് ഉണ്ട്. ഹെന്ന്, പോൾട്രി എല്ലാം ഉണ്ട് ഇവിടെ. അത്യാവശ്യത്തിന് വേണ്ട അനിമൽസ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ട്. എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ജോയലിന്റെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോയൽ നേരത്തെ ഉക്രൈനിൽ പഠിച്ചിട്ടുണ്ടായിരുന്ന ആളാണ്. ഉക്രൈനിൽ ഓൾറെഡി വെറ്റനറി പഠിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷെ വാർ കാരണം തിരിച്ച് നാട്ടിലോട്ട് വന്നിട്ട് തിരിച്ചു പോകാനായിട്ട് സാധിച്ചില്ല. എനിക്ക് തോന്നുന്നത് ഉക്രൈനിൽ എത്ര വർഷം പഠിച്ചു? ഉക്രൈനിൽ ഒരു 2.5 3 ഏകദേശം 2.5 വർഷം ഉക്രൈനിൽ വെറ്റനറി പഠിച്ച ആളാണ് ഓൾറെഡി. അത് കഴിഞ്ഞതിന് ശേഷമാണ് എന്ത് ചെയ്തേക്കുന്നത്, ഇപ്പൊ നീറ്റ് എഴുതിയിട്ട് നമുക്ക് ഇവിടെ പിന്നെ മാനേജ്മെന്റിൽ ഇവിടെ അഡ്മിഷൻ നേടിയത്. സോ ഞാൻ ചോദിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റഡി സിസ്റ്റം നോക്കുന്ന സമയത്ത് നമ്മുടെ ഒരു ഇന്ത്യൻ സിസ്റ്റവും അല്ലെങ്കിൽ അവരുടെ ഒരു സിസ്റ്റമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇത് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് തോന്നുന്നുണ്ടോ അതോ സെയിം ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്? ഇവിടെ എന്ന് പറയുമ്പോൾ എല്ലാം പ്രൊവൈഡഡ് ആണ്. നമുക്ക് നോട്ട്സ് ആയാലും എല്ലാ കാര്യങ്ങളും പ്രൊവൈഡ് ആണ്. പക്ഷെ അവിടെ എന്ന് പറയുമ്പോൾ കൂടുതൽ നമ്മൾ സെർച്ച് ചെയ്തിട്ട് കൊണ്ടുവരേണ്ട ഒരു സാഹചര്യമാണ്. പിന്നെ ഇവിടെ എന്ന് പറയുമ്പോൾ എല്ലാം പ്രൊവൈഡഡ് ആണ്. അവിടെ അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നില്ല. പക്ഷേ ഓക്കെ, എല്ലാം കുഴപ്പമില്ലാത്തൊരു ഇതിൽ തന്നെയാണ്, പറയുന്നില്ല. വേറെ ഇതൊന്നുമില്ല. പിന്നെ ഫസ്റ്റ് ഇയർ വന്ന സമയത്ത് എന്തെങ്കിലും റാഗിങ്ങോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടായിരുന്നു? ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഇവിടെ റാഗിങ് എന്ന് പറയുന്ന ഒരു സാധ്യതയൊന്നും നടക്കുന്നില്ല. കാരണം ഇവിടെ ഫുൾ CCTV ആണ്. 24/7 CCTV ഉണ്ട്. നമ്മളെല്ലാ സ്ഥലത്തും CCTV ഉള്ളത് കൊണ്ട്. പിന്നെ ഇവിടുത്തെ വാർഡൻ എന്ന് പറയുന്നത് വളരെ സ്ട്രിക്റ്റ് ആണ്. അപ്പോൾ നമുക്ക് പുറത്തുനിന്ന് ഫുഡൊക്കെ മേടിച്ച് കഴിക്കും, അതിനൊന്നും പ്രശ്നമില്ല. ബട്ട് ഇങ്ങനെ റാഗിങ് അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ഫൈനും പിന്നെ വീട്ടിലേക്ക് പറയുക അങ്ങനെ എന്തെങ്കിലും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറേ ഫോർമാലിറ്റീസ് ഉണ്ട്. സോ ഭയങ്കര സ്ട്രിക്റ്റ് ഹോസ്റ്റലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പം എന്താണ് വേറെ
അങ്ങനത്തുള്ള വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഉണ്ടാവാനുള്ള ചാൻസ് ഭയങ്കര കുറവാണ്. വീട്ടിലായിരിക്കും അല്ലേ? വീട്ടിൽ അച്ഛനമ്മ, അച്ഛനെന്ത് ചെയ്യുന്നത്? അച്ഛൻ മാഷാണ്, സ്കൂൾ അധ്യാപനാണ്. ഓക്കെ. പിന്നെ വേറെന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഇപ്പം ദീപാവലിയായിട്ട് ബന്ധപ്പെട്ടിട്ട് പിന്നെ കോളേജൊക്കെ അടഞ്ഞു കിടക്കുകയാണ്, അതുകൊണ്ടാണ് ബാക്കിയുള്ള സ്റ്റുഡൻസിനെ ഒന്നും കാണാനായിട്ട് പറ്റാത്തത്. പക്ഷേ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഒരാഴ്ച ലീവ് ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടായിരിക്കും നിങ്ങൾ നാട്ടിലോട്ട് പോകാത്തില്ലേ? അല്ല ഞാൻ പിന്നെ ഞങ്ങൾ ഇപ്പോഴല്ലേ വന്നിട്ടുള്ളൂ, അപ്പൊ ഒരു 3-4 ദിവസമായിട്ടുള്ളൂ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട്. പിന്നെ അങ്ങനെ തിരിച്ചു പോയിട്ട് ലൈക്ക് 1 വീക്കിന് വേണ്ടി പോകണ്ടെന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഇവിടെ എന്തെങ്കിലും വേണമെങ്കിൽ നിയർലി ഒരു 45 മിനിറ്റ്സിന്റെ ഉള്ളിൽ ജഡ്ജാർ എന്ന് പറയുന്ന ഒരു ടൗൺ ഉണ്ട്, അവിടെ എല്ലാം അവൈലബിൾ ആണ്. പോകണ്ടെന്ന് തോന്നുന്നു. സോ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. നമ്മുടെ അഡ്മിഷനൊക്കെ ചെയ്തു തന്നതിന് ശേഷം വീണ്ടും വന്ന് ജോയലിനെ കാണാനായിട്ട് സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ എന്തായാലും ഓൾറെഡി കുറച്ച് ടൈമും കാര്യങ്ങളൊക്കെ വേസ്റ്റായ ഒരാളാണ്. സോ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യട്ടെ, വേറെ യാതൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് തന്നെ കോഴ്സൊക്കെ കംപ്ലീറ്റ് ആയിട്ട് വരട്ടെ എന്ന് ആശംസിക്കുന്നുണ്ട്. സോ പിന്നെ ഇനി എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ഞങ്ങൾ ഉറപ്പായിട്ട് കോൺടാക്ട് ചെയ്യണം. എന്ത് അസിസ്റ്റൻസ് വേണമെങ്കിലും എപ്പോഴും കോൺടാക്ട് ചെയ്യണം. ഒരുപാട് നന്ദിയുണ്ട് ജോയലെ. താങ്ക് യു.